കടിക്കാനൊക്കെ നിന്നൊന്ന് സെറ്റപ്പായിട്ട് പിന്നെ പോകാൻ നോക്കും. ചേര അങ്ങനെയല്ല, മാക്സിമം നമ്മൾ എവിടെയെങ്കിലുമൊക്കെ കടിച്ചിട്ട് ഓടാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഓടും. ഇതിപ്പോൾ രാത്രി കാലങ്ങളിലാണ് പ്രശ്നം. ഈ വിഷം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇപ്പോൾ ചേര രാത്രി കടിച്ച് ഈ അതായത് പൊതുവെ സ്ത്രീകൾക്കും ചെറിയ കുട്ടികൾക്കുമാണ് വിഷയം വരിക. കാരണം അവർക്ക് അതേപോലെ തന്നെ രാത്രി കാലങ്ങളിൽ കടിച്ചാലും ഈ സ്ത്രീകൾക്കും കുട്ടികൾക്കും പൊതുവെ പാമ്പ് എന്താണെന്ന് അറിയില്ല. അപ്പോൾ എന്ത് പാമ്പാന്ന് ചോദിച്ചപ്പോൾ അവർക്ക് പാമ്പിനെ അറിയില്ല, ബ്രൗൺ കളറാണെന്ന് പറഞ്ഞത്. അപ്പോൾ അവർക്ക് പാമ്പ് എന്താണെന്നുള്ള ഇപ്പോൾ ആണുങ്ങളൊക്കെ എന്നുണ്ടെങ്കിൽ കുറച്ചൊക്കെ ഇതുണ്ടാവും, അത് ചേരയെന്ന് പറയാതെ. അപ്പോൾ ഇവർക്ക് അത് ഉണ്ടാവില്ല. അതേപോലെ തന്നെ ഈ ആണുങ്ങളായാലും പെണ്ണുങ്ങളായാലും രാത്രി പാമ്പ് കടിച്ചാലും പ്രശ്നമാണ്. കാരണം നമ്മൾ പാമ്പ് കടിച്ച സമയത്ത് നമ്മൾ കാലാണ്ട് വീശും, കയ്യോ വീശുന്ന സമയത്ത് പാമ്പിൻ്റെ പാട്ടിന് പോകും. നമ്മൾ നേരെ എന്ത് ചെയ്യും, ഹോസ്പിറ്റലിലും പോകും. ഇന്നൊന്ന് ടെൻഷൻ കയറിയിട്ടുണ്ടെങ്കിൽ തീരുമാനമായി. അപ്പോൾ ഇങ്ങനത്തെ വേസ്റ്റ് കാര്യങ്ങളൊക്കെ നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പറയും വേണ്ട. അപ്പോൾ പരിസരം നന്നായിട്ട് വൃത്തിയാക്കുക. ഒന്നാമത് ഇപ്പം ഇനി മഴക്കാലമാണ്, ചെറിയൊരു കച്ചറ കിടന്നാൽ തന്നെ ചളിപിളി കാര്യങ്ങൾ അവിടെ ഒരു മാളുണ്ട് എന്നുണ്ടെങ്കിൽ അതിൽ വെള്ളം കയറിയിട്ടെങ്കിലും അകത്തേക്ക് വരാൻ സാധ്യത കൂടുതലാണ്. ഇന്നലെ ഒരു പാമ്പ് കടി ഇവിടെ നടന്നതാണ്. രാത്രി 12 മണിയാകുമ്പോൾ വേറെ ഒരാളെ പാമ്പ് കടിച്ചെന്ന് പറഞ്ഞ് അത് ബാത്റൂമിലേക്ക് കയറി വന്ന സമയത്ത് അതിനെ ഒഴിവാക്കാൻ നോക്കിയപ്പോൾ ചാടി കടിച്ചതാണ്. അത് ചേരയായിരുന്നു. പക്ഷെ ഇന്നലെ ഇവിടെ അടുത്ത് തന്നെ നിങ്ങളെ ഈ ഹനുമാൻകാവിൻ്റെ അടുത്ത് പാമ്പ് കടിച്ചിട്ട് അവരൊരു ക്രിട്ടിക്കൽ സ്റ്റേജായിട്ട് ഇവിടുന്ന് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ നിന്ന് നമ്മളെ മിംസിലേക്ക് കൊണ്ടുപോയി. ഇപ്പോൾ ചെറുതായിട്ട് ശ്വാസം എടുക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത്. വേറെ ഒരു വിവരം കിട്ടിയിട്ടില്ല. ഒന്നും സംഭവിക്കാതിരിക്കട്ടെ. അപ്പോൾ വീട്ടിൻ്റെ ഉള്ളിൽ നിന്ന് എന്തെങ്കിലും ഇനി സംഭവിക്കാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ വേസ്റ്റ് കാര്യങ്ങൾ ഒക്കെ നമ്മൾ കണ്ടല്ലോ. അപ്പോൾ ഒരുപാട് കച്ചറകളും ചെലി കാര്യങ്ങളൊക്കെ ഉണ്ട്. വളരെയധികം ശ്രദ്ധിക്കുക. ഒന്നാമത് ഫ്ലാറ്റ് ആയതുകൊണ്ട് സ്പേസ് ഉണ്ടാവില്ല, എന്നാലും ഉള്ള സ്പേസുകൾ വൃത്തിയാക്കാൻ ശ്രമിക്കുക. ഓക്കെ, താങ്ക് യു.